ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടു പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയാണ്, ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. ഈ ഒരു കാര്യം ഞാനും മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ല, ഫാമിലി ഇല്ല, ആരും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. നമ്മളൊരു ഏണിങ്സ് കണ്ടുപിടിക്കണം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റണം. വളരെ ശരിയായിട്ടുള്ള കാര്യമാണത്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഏണിങ്സ് ആയാലും മറ്റ് പല കാര്യങ്ങളായാലും ഇപ്പോൾ വീട്ടുജോലി ആയാലും എല്ലാം നമ്മുടേതായ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു ബോയ് ആണെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിലുപരി കുറച്ച് കുക്കിങ്ങും എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ക്യാപ്പബിൾ ആയിരിക്കണം. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇപ്പം ആ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വയ്യാതെയൊക്കെ കിടക്കുകയാണ്, അമ്മയും അച്ഛനും വയ്യാതെ കിടക്കുകയാണ്. ആ കുട്ടി ഏണിങ്സ് കൊണ്ട് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സഹായം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. ഇപ്പോൾ വൈഫ് വയ്യാണ്ട് കിടക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ആ വൈഫിന് ഉണ്ടാക്കി കൊടുക്കുക. എന്നും ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ബോയ് ആയാലും ഗേൾ ആയാലും പഠിപ്പിക്കുകയല്ല, അതിനവരെ പ്രാപ്തരാക്കുക. നമ്മൾ പഠിപ്പിച്ചെടുക്കുകയല്ല വേണ്ട, അവരെ പ്രാപ്തരാക്കുക. അവർ സ്വന്തമായിട്ട് അതെല്ലാം ചെയ്യാൻ പഠിക്കണം. ഏണിങ്സ് ആയാലും എന്തായാലും വീട്ടുജോലി ആയാലും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കുക. നാളെ അവർക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളില്ല എങ്കിലും അവർ ജീവിക്കാൻ പഠിക്കുക. അത് ഞാൻ മസ്റ്റായിട്ട് വേദിയുടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് മാത്രമേ ഫാമിലി സെറ്റിലായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ കല്യാണമൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ പറഞ്ഞു വിട്ടാൽ എത്ര നമ്മുടെ ഹസ്ബൻഡ് തരുന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു 10 പൈസ എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു വില തന്നെയാണ് നമുക്ക് തരുന്നത്. സോ ഒരു ജോലിയെല്ലാം സെറ്റായി സ്വന്തമായിട്ട് ഏൺ ചെയ്തതിന് ശേഷം മാത്രം ഒരു കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുക കേട്ടോ.